അള്ളാഹു സ്ത്രീകളോട് പർദ്ദ ധരിക്കാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം മാത്രമല്ല, ഞാൻ നിങ്ങളെ കൺമുമ്പിൽ കാണിച്ചുതരാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ? നല്ല ഒരു മധുരമുള്ള മിഠായിയാണ്. അതിൻ്റെ ബോഡിയെ, അതിൻ്റെ ശരീരത്തെ നല്ല ഒരു കോട്ടിങ് കൊണ്ട് പൊതിഞ്ഞ് നല്ലൊരു വസ്ത്രം ഈ മിഠായി ധരിച്ചിട്ടുണ്ട്. ഇത് സ്വാലിഹായ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന, പർദ്ദ ധരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയുടെ ഉപമയാണ് ഈ മിഠായി. ഇതിനെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇവിടെ നമ്മളിത് ഈ മിഠായിയെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ ആ മിഠായിയെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചു. അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച മിഠായിയെ നമ്മളൊന്ന് വന്ന് നോക്കട്ടോ. ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ ഒരു കേടും സംഭവിക്കാതെ നമ്മളെ മിഠായി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീയുടെ ഉദാഹരണം. ഈ സ്ത്രീക്ക് പർദ്ദ ധരിച്ചുകൊണ്ട് എവിടെയും പോകാം. കൊത്തിവലിക്കുന്ന കഴുകന്മാരുടെ കണ്ണ് ഒരു പരിധി വരെ വരുള്ളൂ. ഇനി നമുക്ക് ഈ മിഠായിയുടെ വസ്ത്രമൊന്ന് ഊരി നോക്കാം. ഇതാണ് അന്യപുരുഷന്റെ കണ്ണിന് കൊത്തിവലിക്കാനുള്ള ഒരു പ്രതിമയായി നിന്നുകൊടുക്കുന്ന പെണ്ണിൻ്റെ ഉപമ. ഇത് നമ്മൾ നേർത്ത വെച്ച മിഠായിയുടെ അതേ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പം നമ്മൾ ഇത് നേർത്ത വെച്ച അതേ സ്ഥലത്ത് വെക്കുകയാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ആരും പോവത്തില്ലേ. അപ്പം നമ്മൾ ഒരല്പസമയത്തിന് ശേഷം നമ്മൾ ആ മിഠായിയെ വന്ന് നോക്കിട്ടോ. എന്താണ് അവസ്ഥ നിങ്ങൾ കണ്ടോളി. വസ്ത്രമിടാത്ത ആ മിഠായിയെ കൊത്തിവലിക്കാൻ എത്രങ്ങാനൊരാളുകളെ നോക്കുകയാണ് നിങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പർദ്ദ ധരിച്ച് നടക്കുന്ന സ്ത്രീയുടെയും പർദ്ദ ധരിക്കാതെ നടക്കുന്ന സ്ത്രീയുടെയും ഉദാഹരണം എന്താണെന്ന് അല്ലേ? മേനി മറക്കാത്ത പെൺകൊടിയെ നിന്റെ കൽബിനുള്ളിൽ എന്താണ്? മരിക്കുമ്പോൾ നിൻ ചാരനിൻ കബറിനുള്ളിലാരാണ്? പൂമേനി പുറത്ത് കാട്ടി നടന്നിടുന്ന പെണ്ണേ, ഇതെന്തു ഫാഷനാ? നീ മരിച്ചു ചെന്നാൽ സ്തുതിച്ചിടൂല സുവർഗവാസന. ഇനി ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് പെങ്ങളെ നിങ്ങളാണ്. ഇത് വേണോ അതോ ഇത് വേണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യും. ഞാൻ ഇതുവരെ എൻ്റെ അക്കൗണ്ട് നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്.